السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين الكاملين أمين الله أما بعد. ഏറ്റവും ആദരവ് നിറഞ്ഞ സയ്യിദ് അവറുകൾ ഹമീദുൽ ബാഫഖി ഉൾപ്പെടെ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളും കബീറഞ്ഞൊരു ഉസ്താദ്, മറ്റ് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അൻവരി ഉസ്താദിന്റെ പ്രഭാഷണം ഇവിടെ റാഹത്തായ നിലയിൽ അവസാനിച്ചു. ഇനിയും ഒരു പ്രഭാഷണത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെ മനസ്സിലാക്കി. തങ്ങളെ ക്ഷണിച്ചപ്പോ ആ ഒരു ക്ഷണം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു 5 മിനിറ്റ് കുറഞ്ഞ സമയം നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ലക്ഷ്യം നമുക്കറിയാം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമായി സ്വലാത്ത് ചൊല്ലി സയ്യിദുകളുടെ ദുആയിൽ പങ്കെടുത്ത് പിരിയണം. ഭക്ഷണം കിട്ടലൊക്കെ അതിന്ന് സ്വലാത്തിന്റെയും ദിക്റിന്റെയും മജ്‌ലിസിൽ പോയാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ഒരുപക്ഷെ വന്നതിന്റെ മുമ്പും നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു ഭക്ഷണത്തിന് തബറക്ക് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അങ്ങനത്തെ ധാരാളം അനുഭവങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു ആ ബറക്കത്തുകളൊക്കെ നിലനിർത്തി തരുമാറാവട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇടയിൽ ചെയ്തവർ ഓർമ്മപ്പെടുത്തി വർഷങ്ങളിൽ വിപുലമായി നടത്തപ്പെടുന്ന മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ സുൽത്താനായി വിരാജിക്കുന്ന മഹാനവറുകൾ, അവിടുത്തെ ആണ്ട് പരിപാടികളൊക്കെ വളരെ വിപുലമായി പല ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ മദീനത്തുൽ ഉലൂമിലും വിപുലമായി നടക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ സ്ഥാപനത്തിന്റെ മുകളിൽ നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഭാരിച്ച ഒരു ചെലവ് ഈ ആണ്ടിലേക്ക് പോയാൽ നമ്മുടെ പണി അത് സ്റ്റക്കായി പോകും, അത് നിർത്തിവെക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പരിപാടി ചുരുക്കി, അഥവാ ഇതിന്റെ ഉള്ളിൽ തന്നെ സ്വലാത്ത് നമ്മളിങ്ങനെ സ്വലാത്ത് നടത്തുന്നത് പോലെ ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി വിപുലീകരിച്ച് നടത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നമുക്ക് അങ്ങനെ നടത്തിയാൽ പോരെ? അതുപോലെ അത് പണി പെൻഡിങ് വെച്ചിട്ട് ആണ്ട് വിപുലമായി നടത്തണം. എന്താണ് അത് വേണ്ട അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് തങ്ങൾ പറഞ്ഞതും നമ്മുടെ ആഗ്രഹം അങ്ങനെ തന്നെ. അടുത്ത കൊല്ലം അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് വിപുലമായി ചെയ്യാം, പരിപാടികൾ നടത്താം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കണ്ടിടത്തോളം ഒക്കെ നമ്മളല്ലാതെ വേറെ ആരും പ്രത്യേകിച്ച് ഒരു ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സോ ഒന്നും തങ്ങളുടെ കയ്യിലില്ല. തങ്ങളുടെ എന്നെ പോലെ അല്ലെങ്കിൽ ചെറിയ നിലയിൽ ഒരു ദീന ഖിദ്മത്ത് ചെയ്തിട്ട് ജീവിക്കുന്ന ആളാണ്. പ്രത്യേക ദിവസത്തോടൊന്നും തങ്ങളുടെ കയ്യിലില്ല. അപ്പൊ ഈ പരിപാടികൾ നമ്മൾ തന്നെ നടത്തണം. നമുക്ക് നടത്തണമെങ്കിൽ നമ്മുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ നടത്താൻ കഴിയുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് മറന്നുപോകാൻ പാടില്ല നമ്മുടെ കാസിമിക്ക. അല്ലാഹുവിന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. കാസിമിക്കയുമായിട്ടുള്ള ബന്ധം 2 നിലക്കുണ്ട്. ഒന്ന്, കാസിമിക്ക സംഘടനാ പ്രവർത്തകർ എന്ന നിലക്കുള്ള ഒരു ബന്ധമുണ്ട്. മറ്റൊന്ന്, കാസിമിക്കയുടെ അനിയൻ കബീറിക്ക ഞാൻ താമസിക്കുന്ന കാർത്തികപ്പള്ളി വീടിന്റെ തൊട്ട് മുമ്പിലേക്ക് എന്റെ പ്രിയപ്പെട്ട എല്ലാ വീട്ടിൽ ഒരു സഹായിയായി അവിടെ സബീനാത്ത എപ്പോഴും ഉണ്ടായിരുന്നു. കബീറിക്ക വരുന്ന സമയത്തും ഒക്കെ കബീറിക്കയെ സംബന്ധിച്ച് കബീറിക്കയുടെ വലിയ അറിവുണ്ടായിരുന്നു. അങ്ങനെയും ഒരു ബന്ധം കാസിമിക്കയുമായിട്ടുണ്ട്. ഏതായാലും അല്ലാഹു അവർ സന്തോഷത്തിലാക്കി നൽകുമാറാവട്ടെ. പ്രാസ്ഥാനിക രംഗത്തിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞവർക്കൊക്കെയും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പെട്ടെന്നൊക്കെ മരണപ്പെട്ടു പോയ കൂട്ടുകാരുൾപ്പെടെ ധാരാളം ആളുകളുണ്ട്. സാമുദ്ദീൻ സഖാഫി പതിയാങ്കര ഉൾപ്പെടെ ഈ അടുത്ത ഹനീഫ ഉസ്താദ് ധാരാളം ആളുകൾ യാത്ര പറഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെയും പ്രതീക്ഷിക്കുന്ന ഒരു ദുആആണ്. അല്ലാഹുവേ, അവരുടെ ഖബറുടെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളും മരിച്ച് ഖബറിലേക്ക് എത്തുമ്പോൾ ഒരു ദുആ ലഭിക്കുന്ന ബന്ധങ്ങളാക്കി ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ബന്ധങ്ങളെ തരണം അല്ലാഹ്.
എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ ഈ ഒരു പരിപാടി നാളത്തായിട്ട് നമുക്ക് നടത്തണം. ആ പരിപാടി നമ്മൾ തന്നെ നടത്തും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും സഹകരിക്കണം. അതിന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഹദിയ ഇൻഷാ അല്ലാഹ് ഏൽപ്പിക്കണം. ഞാൻ ഏത് വിഷയം പറഞ്ഞാലും എപ്പോഴും ഏത് സദസ്സിലും നമ്മുടെ ഉസ്താദുമാരെ വസീലയാക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അല്ലാഹു തട്ടിക്കളഞ്ഞില്ല. ഇത് നടക്കണമെന്നുള്ളത് നമ്മുടെ കൂടി ആവശ്യമാണ്. എപ്പോഴും ഇൽമു പറഞ്ഞ ഉസ്താദുമാരെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ചോദിച്ചാൽ അല്ലാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല. ഇലാ ഹദറത്തി സയ്യിദിനാ വ മുർശിദിനാ താജുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين يا رب العالمين. اللهم إننا نعوذ بك ഖുർആനിന്റെ പ്രതിഫലം മഹാന്മാരായ മശായിഖന്മാരിലേക്ക് വിശിഷ്യ താജുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഹദ്റത്തിലേക്ക് എത്തിച്ച അവിടുത്തെ മദദ് നസ്റുൽ എന്നൊരു ഹിഫ്ള് ഹിമായത്ത് ഞങ്ങൾക്കും ഈ സ്ഥാപനത്തിലും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. 1000 രൂപ റജബിൽ നടക്കുന്ന ഖാജാങ്ങളുടെ പരിപാടിയിലേക്ക് ഇൻഷാ അല്ലാഹ് തരാൻ പറ്റിയ ഒരാൾ 1000 രൂപ നമ്മുടെ സലാമിക്കുണ്ട്. ഈ വരുന്ന സലാമിൽ ഒന്ന് സലാമിക്കാം. സലാമിക്ക് 1000 രൂപ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വീകരിക്കണേ റഹ്മാൻ. അനിയൻ പേരെനിക്കറിയത്തില്ല.